നമസ്കാരം. കൗണ്ടർ പ്രസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഫ്രാൻസ് മൊറോക്കോ മത്സരത്തിനെ കുറിച്ചാണ്. ഫ്രാൻസ് സെമി ഫൈനൽസിലേക്ക് കടന്നിരിക്കുകയാണ്. ആരായിരിക്കും എതിരാളികൾ എന്നുള്ളത് സ്പെയിൻ വേഴ്സസ് ബെൽജിയം മത്സരത്തിന് ശേഷമായിരിക്കും അതറിയാൻ പറ്റുന്നത്. എന്നിരുന്നാലും ഫ്രാൻസിന്റെ വിശേഷങ്ങൾ, എന്തുകൊണ്ട് ഫ്രാൻസ് ഇത്ര എക്സൈറ്റഡ് ആവുന്നു എന്നുള്ളത് ഒരുപാട് ത്രില്ലിംഗ് ആണ് അവരുടെ ഗെയിം കാണാനായിട്ട്. ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് വാച്ച് ചെയ്യാൻ തോന്നുന്ന ഒരു ടീമായിട്ട് വേൾഡ് കപ്പ് 2026 ഫ്രാൻസ് ആയിട്ട് മാറുന്നു. ഇതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് അവരുടെ പ്ലെയർ പ്രൊഫൈൽസ് തന്നെയാണ്. കിലിയൻ എംബാപ്പെ, ഒലീസെ, ഡെംബെലെ, ഡെസിറേ ഡുവെ, ഇവരെല്ലാവരും ഈ പറയുന്ന പോലെ ഏതൊക്കെ അറ്റാക്കിംഗ് ഡൈമെൻഷൻസ് എടുത്താലും അതിൽ ഒരാളുടെ പേരെങ്കിലും ഈ പറയുന്ന പ്ലെയേഴ്സിൽ നിന്നിട്ടുണ്ടാവും. അതിപ്പോൾ ഡ്രിബിൾസ് ആയിക്കോട്ടെ, ഗോൾസ് ആയിക്കോട്ടെ, എക്സ്പെക്റ്റഡ് ഗോൾസ് ആയിക്കോട്ടെ, എക്സ്പെക്റ്റഡ് അസിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടോപ്പ് സ്കോറർ ലിസ്റ്റോ അസിസ്റ്റ് ലിസ്റ്റോ എന്തെടുത്താലും ഇതെങ്ങനെ സംഭവിക്കുന്നത്? ആദ്യം തന്നെ ഇവരുടെ പ്രൊഫൈൽസിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. ഈ ഒരു ഫ്രണ്ട് ഫോറിന് എടുത്തു കഴിഞ്ഞാൽ എംബാപ്പെ എന്ന് പറയുന്ന പ്ലെയർക്ക് ഈ ലെഫ്റ്റ് ഹാഫ് സ്പേസസിലേക്ക് ഇറങ്ങി വരാനായിട്ടും ഡീപ്പായിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഇറങ്ങി വരാനായിട്ടും താല്പര്യമുള്ള പ്ലെയറാണ്. ഒലീസെ ആകട്ടെ സെൻട്രൽ സ്പേസസിൽ എക്സൽ ചെയ്യുന്നൊരു പ്ലെയർ ആണെങ്കിലും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഒരു വിങ്ങറായിട്ട് ഡിപ്ലോയ് ചെയ്യപ്പെടുകയാണ് ബയേണിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറിലെ മോസ്റ്റ് ഓഫ് ദ പാർട്ടിലും. സോ ഒലീസയെ സംബന്ധിച്ചിട്ട് റൈറ്റിലേക്ക് പോകാനാണ് ഇഷ്ടം. ഇനി ഡെംബലെ ആവട്ടെ ത്രൂ ദ മിഡിൽ ഏറ്റവും അധികം എക്സൽ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഈ പറയുന്ന പോലെ ബാലൻഡോർ വിന്നറായിട്ട് PSG ത്രൂ ദ മിഡിൽ ഫോൾസ് 9 ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്ലെയറാണ് ഡെംബലെ എന്നുള്ളത്. സോ ഈ പറയുന്ന പ്ലേയേഴ്സിനെ ഇഷ്ടമുള്ള പൊസിഷൻസിലേക്ക് എത്തിപ്പെടാനായിട്ട് ഇവരുടെ ഇനീഷ്യൽ പൊസിഷൻസ് ഒരു പ്രശ്നമല്ല. ഇതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്ലൂയിഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് നമുക്ക് ഈ ഫ്രണ്ട് ഫോറിൽ നിന്നിട്ട് കാണാം. നമ്പർ 9 ആയിട്ട് എംബാപ്പെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഹീറ്റ് മാപ്പാണ് ഈ കാണുന്നത്. നമ്പർ 10 ആയിട്ട് കുറച്ചുകൂടെ ഡ്രോപ്പ് ചെയ്യേണ്ട ഒലീസെ ഈ ബോക്സിലേക്ക് അറ്റാക്കിംഗ് ത്രെറ്റ് കൊടുത്തിട്ടുള്ളതും ഇവിടെ കാണാം. സോ രണ്ടുപേർ ഹീറ്റ് മാപ്പുകൾ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് സിമിലാരിറ്റീസ് നമുക്ക് കാണാം. ഇതിനാൽ തന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഫ്ലൂയിഡ് റൊട്ടേഷൻസ് ഇവർ തമ്മിൽ ഒരുപാട് നടക്കുന്നു. ഡിഫൻഡേഴ്സിന് ഇതിനാൽ തന്നെ ഡ്രോപ്പ് ചെയ്ത് ഫോളോ ചെയ്ത് വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാഴ്ചയാണ്. ഇന്നലത്തെ ഗെയിമിലേക്കൊക്കെ വരുമ്പോൾ ഒലീസെ ഡ്രോപ്പ് ചെയ്ത് വന്ന് ഈ പറയുന്ന സെന്റർ ബാക്സിന്റെ മുന്നിൽ നിന്ന് റിസീവ് ചെയ്തിട്ട് ബോൾ പ്രോഗ്രസ് ചെയ്തിട്ട് നമ്പർ 9 ആയിട്ടുള്ള എംബാപ്പെ ഡ്രോപ്പ് ചെയ്ത് വരികയും ഈ പറയുന്ന ഒരു പൊസിഷണൽ മാപ്പ് ഇപ്പോൾ നോക്കിയേ, ഒലീസെ എംബാപ്പയെക്കാളും മുകളിലാണ് പിച്ചിൽ. എംബാപ്പെ ആകട്ടെ ഒരു നമ്പർ 10-നേക്കാളും താഴെ വരുന്നു. സോ പല ടീമുകളും ഈ പറയുന്ന പോലെ വൈഡ് ഏരിയാസിൽ റൊട്ടേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓൺലി മിഡ്ഫീൽഡേഴ്സും സ്ട്രൈക്കേഴ്സും തമ്മിൽ റൊട്ടേഷൻസ് ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഫ്രാൻസിന്റെ ഫ്രണ്ട് ഫോർ എന്ന് പറയുന്നത് എവിടെ നോക്കിയാലും ഈ പറയുന്ന പോലെ ഫ്ലൂയിഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സും സ്പോണ്ടേനിറ്റിയാണ്. ഈ പറയുന്ന പോലെ ചിലപ്പോൾ എംബാപ്പെ ബോൾ റിസീവ് ചെയ്തിട്ട് ലൈൻസ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചേക്കാം, പ്ലേയേഴ്സിനെ അട്രാക്ട് ചെയ്തിട്ട് വൈഡർ ചാൻസിലേക്ക് സ്വിച്ച് ചെയ്തേക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ഈ പറയുന്ന പ്ലേയേഴ്സിന് എബിലിറ്റി ഉള്ളത് കൊണ്ട്, ഞാനവിടെ വീണ്ടും പറയുന്നു, എബിലിറ്റി ഉള്ളത് കൊണ്ട് വർക്കൗട്ട് ചെയ്യിച്ചെടുക്കുന്നത് കാണാം. ഇപ്പോൾ ഈ പൊസിഷൻ റൊട്ടേഷൻ്റെ ഒരു കുഞ്ഞ് എക്സാമ്പിളായിട്ട് ഈ ഒരു സിനാരിയോ നോക്കിയേ. നമ്പർ 10 ആയിട്ട് ഡിപ്ലോയ് ചെയ്യപ്പെട്ടുള്ള മൈക്കൽ ഒലീസെ റൈറ്റ് വിങ്ങർ സ്ഥാനത്തേക്ക് പോകുന്നു. ഇനി റൈറ്റ് വിങ്ങർ ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡെംബലെ ഇവിടെ സെൻട്രൽ സോൺ ഓക്യുപ്പൈ ചെയ്യുന്നു. ലെഫ്റ്റ് വിങ്ങർ ആയിട്ടുള്ള ഡെസിറേ ഡുവെ എവിടെയാണ്? നമ്പർ 10 ആയിട്ട് ഇൻ ബിഹൈൻഡ് ഡെംബലേക്ക് കീഴിൽ വരുന്നു. പിന്നെ നമ്മളുടെ മെയിൻ ഗോൾ സ്കോറർ ആയിട്ടുള്ള കിലിയൻ എംബാപ്പെ എവിടെയാണ്? ലെഫ്റ്റ് വിങ്ങർ ആയിട്ട് ഡിപ്ലോയ് ചെയ്യപ്പെടുന്നു. സോ ഈ പറയുന്ന പൊസിഷണൽ റൊട്ടേഷൻസ് എന്ന് പറയുന്നത് പിടിക്കാനായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ടീമിന് യാതൊരുവിധ എളുപ്പമുള്ള കാര്യമല്ല. ത്രൂ ഔട്ട് ദ സീക്വൻസ് ഒക്കെ മാൻ മാർക്ക് ചെയ്യാനുള്ള അവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടുപോകും. സോ അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസ് ഈ വേൾഡ് കപ്പിലെ ഏറ്റവും വലിയൊരു അറ്റാക്കിംഗ് നിരയായിട്ട് വരുന്നത്. ഇനി ഗെയിമിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒലീസെ ഡ്രോപ്പ് ചെയ്ത് വന്ന് റിസീവ് ചെയ്യുന്നുണ്ടായിരുന്നു. ബോൾ പ്രോഗ്രഷൻസിൽ ഒരുപാട് ഇൻവോൾവ് ആയിരുന്നു ഈ ഫ്രണ്ട് ഫോർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈവനിപ്പോൾ ഒലീസെ അല്ല ഡ്രോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെംബലെ ആ സോണിൽ നിന്നിട്ട് ഡ്രോപ്പ് ചെയ്ത് വരുമായിരുന്നു. എപ്പോഴും ഈ പറയുന്ന പ്രോഗ്രഷനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫ്രണ്ട് ഫോറിലെ പ്ലേയേഴ്സിന് വന്നെത്താനായിട്ട് സാധിച്ചിരുന്നു. ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് വരുമ്പോൾ പൊതുവേ സംഭവിക്കുക എന്നുള്ളത് ഫുൾ ബാക്സിന് അൺനെസസറി ആയിട്ട് പുഷപ്പ് ചെയ്യുന്നുള്ളതാണ് പല ടീമുകളും അറ്റാക്കിംഗ് ത്രെറ്റുകൾ കൊടുക്കാനായിട്ട്. ഈ ഒരു ഫ്രണ്ട് ഫോർ ഇത്രയും ലീത്തലായതിനാൽ ഫ്രാൻസിന് അൺനെസസറി ആയിട്ട് അല്ലെങ്കിൽ ഒരു റിസ്ക് എടുത്തുകൊണ്ട് ഫുൾ ബാക്സിനെ പുഷ് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യമില്ല. അവർ ഫുൾ ബാക്കിനെ പുഷ് ചെയ്യുന്നേ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അൺനെസസറി ആയിട്ടുള്ള റിസ്കുകൾ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു മാൻ ടു മാൻ സിറ്റുവേഷനിൽ പോവുകയോ ഈ പറയുന്ന റെസ്റ്റ് ഡിഫൻസിന് ഒരു ത്രെറ്റ് ഉണ്ടാകുന്ന രീതിക്ക് വരുന്ന രീതിക്കോ ഒന്നും അവർക്ക് പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഫ്രാൻസിൻ്റെ റെസ്റ്റ് ഡിഫൻസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. ആരും അധികം പറയപ്പെടാത്ത കാര്യമാണത്. അതിനുള്ള പ്രൊഫൈൽസും അവർക്കുണ്ട് കേട്ടോ. ഈ പറയുന്ന പോലെ മാനുക്കോനെയൊക്കെ ഇന്നലെ കിട്ടിലനായിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ചുമനി ആണെങ്കിലും ഒട്ടും മോശമാക്കാറില്ല. സോ ഈ പറയുന്ന റെസ്റ്റ് ഡിഫൻസ് എന്ന് പറയുന്നത് വളരെ ക്വിക്കായിരുന്നു. ബോളുകൾ കൗണ്ടർ പ്രസ് ചെയ്തിട്ട് വിൻ ചെയ്യാനും അവിടെ നിന്ന് പൊസിഷൻ സെക്യൂർ ചെയ്യാനായിട്ടും. ഇതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് യൂണിറ്റ്സിന് തമ്മിൽ കോമ്പൻസേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഫ്രാൻസ് പലപ്പോഴും ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്ലേസ് ഡ്രോപ്പ് ഇൻ ചെയ്ത് വരുമ്പോൾ മറ്റു ടീമുകൾക്ക് സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടില്ലാത്തൊരു അവസ്ഥയിലേക്ക് വരാറുണ്ട്. പക്ഷേ പല സാഹചര്യങ്ങളിലും ഈ പറയുന്ന ഫ്രണ്ട് ഫോറിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് വിഡ്ത്ത് കീപ്പ് ചെയ്യാനായിട്ട് വൈഡ് പ്ലേയേഴ്സിന് സാധിച്ചിരുന്നു. സ്പെഷ്യലി ഡെംബലേക്ക് ആ ഒരു ഫാർ റൈറ്റ് ഹാൻഡ് സൈഡിൽ
അവിടെ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന നമുക്ക് കാണാം. അറ്റാക്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് സ്വന്തം ടീംമേറ്റ്സിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട്. ഫ്രാൻസ് എങ്ങനെയാണ് മൊറോക്കോനെ ഡോമിനേറ്റ് ചെയ്തിരുന്നത്? ഈ പറയുന്ന പോലെ ഒരു മിനി ഓവർലോഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നു ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്നുണ്ടായിരുന്നത്. ഞാൻ ഈ പറഞ്ഞു പ്ലേസ് ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒലിസ ആയാലും എംബാപ്പെ ആയാലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡെസിറെ ഡുവാൽ ഇൻസൈഡ് ഹാഫ് ചാനൽസിൽ വരുമ്പോഴായാലും ഒരുപാട് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സോണിലേക്ക് ഫ്രാൻസ് പോവും. അങ്ങനെ പോകുമ്പോൾ അതിന് പറ്റിയ പ്രൊഫൈൽസ് ആണ് ആ ഒരു സോണിൻ്റെ ഉള്ളിൽ ഫ്രാൻസിനുള്ളത്. കാരണം എംബാപ്പെ ആയാലും ടൈറ്റ് സ്പേസസിൽ കിട്ടില്ലനാണ്, ഡ്രിബിൾ ചെയ്തിട്ട് പ്ലേസിനെ ബീറ്റ് ചെയ്തിട്ട് ലൈൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഒലിസ ആണെങ്കിലും നിങ്ങൾക്കറിയാം ആ ഒരു ഹാഫ് ടേണിലൊക്കെ റിസീവ് ചെയ്തിട്ട് ഡ്രിബിൾ ചെയ്തിട്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിനാൽ തന്നെ ഇങ്ങനെ ഒരു മിനി സോണിൽ ഓവർലോഡ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഫ്രാൻസിനെ പക്കയായിട്ട് മൊറോക്കോയ്ക്കെതിരെ ഡോമിനേറ്റ് ചെയ്യാൻ സഹായിച്ചിരുന്നു. മൊറോക്കോ ആവട്ടെ ഇന്നലത്തെ ഗെയിമിൽ കാര്യമായിട്ടുള്ള അഡ്വാൻറ്റേജ് ഒന്നും ക്രിയേറ്റ് ചെയ്യാനായിട്ട് മൊറോക്കോയ്ക്ക് സാധിച്ചിരുന്നു. പിന്നീടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഹക്കീമി ആയിരുന്നു. ഹക്കീമിനെ ഫ്രാൻസിനെ നല്ലപോലെ അറിയാം, കാരണം ത്രെറ്റാവുന്ന ഉറപ്പുള്ള ഒരു പ്ലെയറാണ്. ഈ ഒരു ഹക്കീമിയിലേക്ക് ബോളുകൾ വരുമ്പോൾ ഫ്രാൻസ് ഔട്ട് സൈഡിലേക്ക് പ്രഷർ കൊടുത്തിട്ട് ഫോഴ്സ് ചെയ്യപ്പെടുമ്പോൾ മറ്റു പ്ലെയേഴ്സിനെ ടൈറ്റായിട്ട് മാൻ മാർക്ക് ചെയ്യാനായിട്ട് ഫ്രാൻസ് ഉറപ്പാക്കിയിരുന്നു. ഇതുകൊണ്ട് തന്നെ പ്രോഗ്രഷൻസ് ഹാർഡാവുന്ന കാഴ്ച മൊറോക്കോയ്ക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മിഡ്ഫീൽഡ് തേർഡിലേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഈ പറയുന്ന പോലെ ഒരു ബാക്ക് ത്രീയിലേക്ക് പോകുന്നു മൊറോക്കോ, ഫുൾ ബാക്ക് ഇൻവേർട്ട് ചെയ്യുന്നു. ഫുൾ ബാക്ക് ഇൻവേർട്ട് ചെയ്യുമ്പോഴും ഒലീസെ മെയിൻലി ഫോക്കസ് ചെയ്തിരുന്നത് ബുവാദിനായിരുന്നു. ബാക്കി ഫസ്റ്റ് ലൈനുള്ള 2 പ്ലെയേഴ്സ് ആ പറയുന്ന പോലെ കവർ ഷാഡോ ചെയ്തിട്ട് ആ ഒരു ത്രെറ്റ് ഒഴിവാക്കാൻ ശ്രദ്ധിച്ചിരുന്നു. മൊറോക്കോ ഒരു ലോ ബ്ലോക്കിലേക്ക് പോകുമ്പോൾ ഫ്രാൻസിന്റെ പ്രൊഫൈൽസ് എന്ന് പറയുന്നത് ഹെഡേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രൊഫൈൽസ് അല്ല, എംബാപ്പെ ആയാലും ഡെസിറഡ്യൂ ആയാലും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? റാബിയോ അവിടെ ഒരു ബോക്സിൽ ഓപ്ഷനായിട്ട് മാറുന്നു. സെറ്റ് പീസസിലും അവർ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു റാബിയോനെ ഫൈൻഡ് ചെയ്യാനായിട്ട്. പക്ഷേ ഇങ്ങനെ ഒരു ലോ ബ്ലോക്കിലേക്ക് അവരെ പുഷ് ചെയ്യുമ്പോഴും ഫ്രാൻസ് അവരുടെ കൗണ്ടർ പ്രസ്സിങ് അല്ലെങ്കിൽ റെസ്റ്റ് ഡിഫൻസ് സ്ട്രക്ചർ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിച്ചിരുന്നു. ഈവൻ ടേൺ ഓവേഴ്സ് വന്നാലും എത്രയും പെട്ടെന്ന് ആ ഒരു ഷേപ്പിലേക്ക് റീഗാദർ ചെയ്തിട്ട് കോമ്പാക്ട്നെസ് പിടിക്കാനായിട്ട് ഫ്രാൻസിന് സാധിക്കുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ പൊസിഷൻ റൊട്ടേഷൻസ് ഒക്കെ പറയുമ്പോഴും ഞാൻ എടുത്തു പുകഴ്ത്താത്ത ഒരു കാര്യമാണ് ഇവരുടെ ഇൻഡിവിജ്വൽ ക്വാളിറ്റി എന്നുള്ളത് കേട്ടോ. അത് പറഞ്ഞ് ചടപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എല്ലാവർക്കും അറിയാം എംബാപ്പനെ കൊണ്ട് എന്താണ് സാധിക്കുക, ഡെസിറെ ഡുവയ്ക്ക് എന്താ കേപ്പബിലിറ്റി എന്നുള്ളത്. ഡെംബലയുടെ ബാലൻ ഡോർ പെർഫോമൻസ് കണ്ടുവന്നിട്ടുള്ളവരാണ് നിങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സെഗ്മെന്റിനെ അധികം എംഫസൈസ് ചെയ്യാത്തത്. പക്ഷെ എന്നിരുന്നാലും ഒരു ടീം വൈസ് നോക്കുമ്പോൾ ഇപ്പോൾ ടീം സ്റ്റാറ്റ്സിലേക്ക് വരുമ്പോഴായാൽ പോലും എക്സ്പെക്റ്റഡ് ഗോൾസ് ഫസ്റ്റ് ഓഫ് ദ ലിസ്റ്റ് ആണ്. 7.8 ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ആണ് പെർ ഗെയിം അവർ കൊടുക്കുന്നത്. 27 ബിഗ് ചാൻസസ് ആണ് അവർ ഈ വേൾഡ് കപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഈ പറയുന്ന പോലെ 19 ബിഗ് ചാൻസസ് അവർ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. എന്നിരുന്നാലും ഞാൻ വീണ്ടും പറയുന്നു, നല്ല ടീമുകൾക്കെതിരെ കാണേണ്ടതുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇൻ പൊസിഷനിൽ അവർക്ക് നല്ല ത്രെറ്റ് കൊടുക്കാൻ പറ്റുന്നു, കൗണ്ടർ പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് നല്ല ത്രെറ്റ് കൊടുക്കാൻ പറ്റുന്നു, ഹെഡേഴ്സിൽ അവർക്ക് ബോക്സിലേക്ക് നമ്പേഴ്സ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈവൻ അവരെ ഡിഫെൻസീവ് ബ്ലോക്കിലേക്ക് ഇരുത്തുകയാണെങ്കിൽ പോലും കൗണ്ടർ അറ്റാക്സും കൊടുക്കാനുള്ള കഴിവ് ഫ്രാൻസിനുണ്ട്. ഇന്നലത്തെ ആ ഒരു പെനൽറ്റി ഒക്കെ വരുന്നത് ആ ഒരു കൗണ്ടർ അറ്റാക്കിൽ നിന്നിട്ടാണ്. എല്ലാ ആസ്പെക്ട്സിലും ഇതേപോലെ ഒരു ഓവറോൾ ആയിട്ടൊരു ഡിഫെൻസീവ് ഒഫെൻസീവ് ബാലൻസ് ഉള്ള ടീം ഫ്രാൻസ് ആയിട്ട് മാറുകയാണ്. അങ്ങനെ ഈ പറയുന്ന കാരണങ്ങളാണ് ഫ്രാൻസിനെ ഇത്രയും അധികം ത്രെറ്റനിങ് ആക്കുന്നത്. നമുക്ക് നോക്കാം, സെമിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഐദർ സ്പെയിൻ ഓർ ബെൽജിയം ആയിരിക്കും. അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് ഈ പറയുന്ന 4 ടീമുകളിൽ അർജന്റീന, ഇംഗ്ലണ്ടാണ് 2 ടീമുകൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ പറയുന്ന ഫൈനലിലേക്ക് എത്താൻ. എന്നിരുന്നാലും നമുക്ക് നോക്കാം. ഫുട്ബോളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമൊന്നും പറയാനായിട്ട് കഴിയില്ല. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട്, തരുന്ന സപ്പോർട്ടുകൾക്ക് വീണ്ടും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.